സുപാൽ സർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയാണ് പുല്ലൂർ KSRTC ഡിപ്പോ. അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടും കൂടുതൽ സർവീസ് ആരംഭിക്കുന്ന വിഷയത്തിലുമൊക്കെ അങ്ങ് കാണിച്ച താല്പര്യത്തെ ഞാൻ എടുത്തു പറയുകയാണ് സാർ. അവിടെ ഇപ്പോൾ 5 കോടി രൂപയാണ് ഡിപ്പോയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ളത്. അടിയന്തരമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണം ഒരുക്കാൻ കഴിയുമോ? ആ പ്രവർത്തനങ്ങൾ സർ, പുല്ലൂർ ഡിപ്പോ വളരെ പ്രധാനപ്പെട്ട ഡിപ്പോ ആയിരുന്നു. എല്ലാ കാലത്തും നഷ്ടത്തിൽ പോയിരുന്ന ഒരു ഡിപ്പോ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നു. പുല്ലൂർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ 3 ഡിപ്പോകളുണ്ട്. ആര്യങ്കാവും കുളത്തൂപ്പുഴയും. ഇത് 3 ഡിപ്പോകളും ലാഭത്തിലാണ് പോകുന്നത്. വളരെ എഫിഷ്യൻസി പുല്ലൂർ വന്ന് വലിയ പരാതികളുള്ളൊരു സ്ഥലമായിരുന്നു പുല്ലൂർ ഡിപ്പോ. ഇപ്പോൾ ആ എഫിഷ്യൻസി നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരാതികൾ കുറഞ്ഞു. അദ്ദേഹം ആവശ്യപ്പെട്ട പരമാവധി വാഹനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത ദിവസത്തും നമ്മൾ അവിടുന്ന് ശിവഗിരി ആശ്രമത്തിലേക്കും ശിവഗിരി വർക്കല ക്ഷേത്രത്തിലേക്കും ഒരു ബസ് ഞങ്ങൾ തുടങ്ങി. അങ്ങനെ എല്ലാ റൂട്ടുകളിലേക്കും നല്ല രീതിയിൽ അവിടുന്ന് ബസ് ഓടുന്നുണ്ട്. ബസ് സ്റ്റാൻഡിന് വേണ്ടി അദ്ദേഹം പണം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് PWD ആണ് കൺസ്ട്രക്ഷൻ. ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരുടെയും MLA-മാരുടെയുമായ മണ്ഡലങ്ങളിൽ നേരത്തെ പണം തന്ന പല MLA-മാരുടെയും ഡിസൈൻ വരുന്നതിന്, കാരണം അവർക്ക് പരിമിതികളുണ്ട്. ധാരാളം ബസ് സ്റ്റാൻഡുകൾ അങ്ങ് പണിയാൻ, കായംകുളം വരുന്നു, തൃശ്ശൂർ വരുന്നു, ഇതെല്ലാം പണിയാനുള്ളത് കൊണ്ട് PWD ഉദ്യോഗസ്ഥർക്ക് വലിയ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് നിർബന്ധിക്കുന്നുണ്ട്. ഇതിൻ്റെയും കൂടി പ്ലാൻ വരച്ച് പെട്ടെന്ന് തരാനുള്ള നടപടി നമ്മൾ സ്വീകരിക്കും.